ഓക്കെ, അപ്പോൾ സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഔട്ട്പുട്ട് പ്രിമിറ്റീവ്സിനെ പറ്റിയാണ്. ഔട്ട്പുട്ട് പ്രിമിറ്റീവ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു സീൻ വരയ്ക്കണമെങ്കിൽ അതിനകത്ത് കുറേ ഷേപ്സ് ഒക്കെ വെച്ചിട്ടാണ് ആ ഒരു സീൻ വരച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഒരു സീനറി വരച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മുടെ സിലബസ് അനുസരിച്ച് നമുക്ക് സെക്കൻഡ് മോഡ്യൂളിൽ പല പല ജോമെട്രിക്കൽ ഷേപ്സ് പഠിക്കാനുണ്ട്. പല ജോമെട്രിക്കൽ ഷേപ്സ് എന്ന് പറയുമ്പോൾ അതിനെയാണ് നമ്മൾ ആക്ച്വലി നമ്മളിവിടെ യൂസ് ചെയ്തിട്ട് നമ്മളൊരു പിക്ചറിനെ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ബേസിക്കലി നമുക്ക് അറിയാനുള്ളത് പോയിൻ്റ്, ലൈന്, സർക്കിള്, എലിപ്സ്, ഈ 4 എണ്ണമാണ് നമ്മുടെ സിലബസ്, KTU സിലബസ് അനുസരിച്ച് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ള ഔട്ട്പുട്ട് പ്രിമിറ്റീവ്സ്. ഓക്കെ, നമ്മൾ ഈ പോയിൻ്റ്, ലൈന്, സർക്കിൾ, എലിപ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇതെങ്ങനെ നമ്മൾ സ്ക്രീനിൽ വരയ്ക്കുന്നു, നമ്മുടെ ഒരു കോർഡിനേറ്റ് സിസ്റ്റമായിട്ട് നമ്മുടെ ഡിസ്പ്ലേ സ്ക്രീൻ ഒരു കോർഡിനേറ്റ് സിസ്റ്റമായിട്ട് കരുതുവാണെങ്കിൽ നമുക്കറിയാം പിക്സൽസ് ആണ്, ചെറിയ പിക്സൽസ് ആണ്. ദർ ആക്ച്വലി ദ ഇൻ്റർസെക്ഷൻസ് ഓഫ് റോസ് ആൻഡ് കോളംസ് അല്ലേ. അപ്പോൾ അതിനെ നമുക്കൊരു കോർഡിനേറ്റ് സിസ്റ്റമായിട്ട് കൺസിഡർ 2D കോർഡിനേറ്റ് സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ദീസ് ആർ ദ ഹൊറിസോണ്ടൽ ലൈൻസ് ആർ കോൾഡ് ദി scan lines and the vertical scan lines are these columns. അങ്ങനെയാണെങ്കിൽ the intersection portion is called a single pixel. ഓക്കെ, സോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഡയഗ്രാംസ് ഒക്കെ എങ്ങനെ വരയ്ക്കാൻ പറ്റും, ഈ ജോമെട്രിക്കൽ ഷേപ്സ് ഒക്കെ എങ്ങനെ വരയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇഫ് യു കൺസിഡർ ദിസ് ആസ് എ കോർഡിനേറ്റ്, ദിസ് ഈച്ച് പിക്സൽ ഇഫ് യു ഗീവ് സം ഇൻറ്റൻസിറ്റി വാല്യൂസ് ടു ദിസ് പിക്സൽ, ദ സിംഗിൾ പിക്സൽ ഇസ് കോൾഡ് എ പോയിന്റ്. ഓക്കെ, ഒരു പിക്സൽ, ഇപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ഡയഗ്രാം വരയ്ക്കുക, ആ ഡയഗ്രത്തിനകത്ത് നമുക്കിപ്പോൾ ഗ്രാഫ് പോലെ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ഒരു പൊസിഷൻ, ഇത് 1, ഇത് 2, ഇത് 0, ഇവിടെ 1, ഇത് 2, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഓക്കെ, അങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദിസ് പൊസിഷൻ ഇസ് കോൾഡ് ആസ് കോർഡിനേറ്റ് 1,1 അല്ലേ. ദിസ് കോർഡിനേറ്റ് ഇസ് കോൾഡ് ആസ് 1,1. സോ ദിസ് ഇസ് കോൾഡ് എ പോയിന്റ്. Okay, so basically we know what is a point. A point means it has a coordinate system with the x-axis and y-axis. So if you define that point as that coordinate, we can mention or have a intensity value of you can put a color into it so that it highlights as a single point. Okay, നമ്മുടെ graphics-നകത്ത് തന്നെ we have functions to input colors as well as inbuilt functions to draw certain geometrical functions too. ഓക്കെ, അപ്പോൾ നമുക്കിത് ഡയറക്റ്റായിട്ട് ഫങ്ഷൻസ് ആയിട്ട് കിട്ടും, പക്ഷേ വി ഹാവ് ടു നോ ബേസിക്കലി ഹൗ ദേ വർക്ക്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് വണ്ണായിട്ട് നമ്മൾ നോക്കുന്നത് ലൈൻസ് ആണ്. സോ വാട്ട് ആർ ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലൈൻ വരയ്ക്കണമെങ്കിൽ എങ്ങനെ വരയ്ക്കണമെങ്കിൽ നമ്മളിപ്പം ഒരു 2 കോർഡിനേറ്റ്സ് വേണം അല്ലേ. ഇവിടെ ഒരു എക്സും 1 ആൻഡ് y1 ആണെങ്കിൽ ഇവിടെ ഒരു x2, y2 എന്ന ഒരു കോർഡിനേറ്റ് 2 എണ്ണം കിട്ടുവാണെങ്കിൽ വി ക്യാൻ ഡ്രോ എ ലൈൻ അല്ലേ. ഇതിനിടയ്ക്കുള്ള ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ് നമ്മൾ അറിയണം. ഈ ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ് അറിയാമെങ്കിൽ നമുക്ക് ഫ്രം സ്റ്റാർട്ടിങ് ടു എൻഡിങ് വി ക്യാൻ ഡ്രോ എ സിംഗിൾ ലൈൻ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ firstly we have to know the general equation of a line. What is the general equation of a line? Y equal to mx plus b. നമ്മൾ മാത്സിലൊക്കെ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് ജനറൽ ഇക്വേഷൻ ഓഫ് ലൈൻ. എന്താണ്? y equal to mx plus b. ഓക്കെ, ഈ y equal to mx plus b ക്കകത്ത് what do you mean by m? M is a slope of the line. Okay, m is called the slope of the line. And what is b? B is called the y-intercept. Okay, y-intercept. So y equal to mx plus b എന്ന് പറയുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ്, ഒരു കാർട്ടീഷ്യൻ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഇക്വേഷൻ ആണത്. ഓക്കെ, ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലൈനിനെ ഡ്രോ ചെയ്യുന്നത്. There are different methods to draw a line. First one is DDA and second is Bresensham. ഓക്കെ, അതിനാൽ നമ്മളിപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് DDA അൽഗോരിതമാണ്. ഓക്കെ, DDA അൽഗോരിതത്തിനകത്ത് ഫുൾ ഫോം ഓഫ് DDA എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിജിറ്റൽ ഡിഫറൻഷ്യൽ അനലൈസർ. എന്താണ്? ഡിജിറ്റൽ ഡിഫറൻഷ്യൽ അനലൈസർ, അതാണ് DDAയുടെ ഫുൾ ഫോം, ഡിജിറ്റൽ ഡിഫറൻഷ്യൽ അനലൈസർ അൽഗോരിതം. ഓക്കെ, അതിനകത്ത് നമുക്ക് ആദ്യമേ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ മനസ്സിലായി, y ഈക്വൽ ടു mx പ്ലസ് b ആണെന്ന്. അതേപോലെ തന്നെ നമുക്ക് എം എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് ഓഫ് ദി ലൈനാണ്. സ്ലോപ്പ് ഓഫ് ദി ലൈൻ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഇഫ് വി ഹാവ് ദി കോർഡിനേറ്റ്സ് x1 and y1 and x2 and y2, then we can determine the slope of the diagram as m equal to y2 minus y1 by
x2 minus x1. Okay, the slope of the line slope of the line can be determined as y2 minus y1 by x2 minus x1. So, and the y-intercept നാത്ത് y1 minus m into x1 ആണ്. b equal to y1 minus m into x1 ആണ് y-interceptൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പം നമുക്ക് ഒരു y-intercepറ്റും കിട്ടും, സ്ലോപ്പും കിട്ടും. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ലൈനിൻ്റെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അപ്പം ഈ സർട്ടൻ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ലൈൻ മെത്തേഡ്സും ഡ്രോ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് പോയിൻറ്റ്സുകളെ നോക്കുന്നത് പറയാം. ഇപ്പോൾ എം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 എന്നാണ് അല്ലേ. അതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടെ, എം ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് എഴുതിക്കൂടെ. കാരണം ഡെൽറ്റ വൈ ഡിനോട്ട്സ് d2 മൈനസ് d1, y2 മൈനസ് y1 അല്ലേ. y2 മൈനസ് y1 ആണ് ഡെൽറ്റ വൈ. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് x2 മൈനസ് x1. അങ്ങനെ ഡിനോട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ സ്ലോപ്പിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ വൈ ഈക്വൽ ടു എം ഇൻറ്റു ഡെൽറ്റ എക്സ് എന്നും അതേപോലെ ഡെൽറ്റ എക്സ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ എം എന്നും നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, വാട്ട് ഡസ് ദറ്റ് ആക്ച്വലി മീൻ ഇസ്, നമ്മൾ ഒരു ഡയഗ്രാം വരയ്ക്കും, ഒരു ലൈൻ വരയ്ക്കുമെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ലൈൻ വരയ്ക്കുമ്പോൾ അതിനകത്ത് നമുക്ക് എക്സിൻ്റെ സാമ്പിൾ ചെയ്യുവാണെങ്കിൽ വി ഹാവ് ദി വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വി നോ ദ സ്ലോപ്പ് ഓഫ് ഇറ്റ്. എക്സും ഡെൽറ്റ എക്സും അതേപോലെ സ്ലോപ്പിൻ്റെ വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ വി ക്യാൻ ഒബ്വിയസ്ലി ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഡെൽറ്റ വൈ. ഓക്കെ, ഇഫ് വി ഹാവ് സ്ലോപ്പ് ആൻഡ് ഡെൽറ്റ എക്സ് then we can find the value of delta y. Similarly, if an line is being plotted like this, so we have to sample in y-intercept. Okay, because difference നമുക്ക് കിട്ടുന്നത് മേലോട്ടായിരിക്കും. So the delta y we can understand or we can know. Similarly, slope also can be found out. So if delta y and m is got, then obviously we can find the value of delta x from the equation. Okay, so this basically means that with any two of the values we can find the third value. Okay, using the equation. So നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നോട്ടിൽ എഴുതിയതാണിത്. നമ്മൾ ഒരു വൈൻ്റെ ഇൻ്റർസെപ്റ്റ് പഠിക്കുക എന്ന് വെച്ചാൽ y ഈക്വൾ ടു എം എക്സ് പ്ലസ് ബി എന്ന ഇക്വേഷനും അതേപോലെ എം സ്ലോപ്പിൻ്റെ വാല്യൂസ് അതെങ്ങനെയാണെന്നുള്ളതാണ്. ഈ ഡയഗ്രാം നോക്കിയാൽ മതി, അത് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻസ് കിട്ടും. എം ഈക്വൽ ടു y2 മൈനസ് y1. പിന്നെ ഓർത്തിരിക്കുക ജനറൽ ഇക്വേഷൻ ഓഫ് എം. ഇപ്പം 2 പോയിന്റ് ജനറലി നമുക്ക് തരുക y2 y1 അല്ല, yk ആൻഡ് yk പ്ലസ് 1 ആണ് എങ്കിൽ, xk ആൻഡ് xk പ്ലസ് 1 ആണ് എങ്കിൽ, രണ്ട് കോർഡിനേറ്റ് സിസ്റ്റംസ് അങ്ങനെ xk ആൻഡ് yk ആൻഡ് xk പ്ലസ് 1 ആൻഡ് yk പ്ലസ് 1 എന്ന രീതി തരുവാണെങ്കിൽ ജനറലി ദ ഇക്വേഷൻ സ്റ്റാൻഡ്സ് ലൈക്ക് ദിസ്: yk പ്ലസ് 1 മൈനസ് yk ബൈ xk പ്ലസ് 1 മൈനസ് xk. ഇതായിരിക്കും ജനറൽ ഇക്വേഷൻ ഓഫ് എം. ഓക്കെ, ഇനി അടുത്തത് ഒരു DD അൽഗോരിതത്തിൽ നമുക്ക് ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ മെയിനായിട്ട് 5 പോയിൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ 5 സ്റ്റെപ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഈ 5 സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ലൈൻ ഡ്രോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നെക്സ്റ്റ് കോർഡിനേറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലൈനിൻ്റെ കോർഡിനേറ്റ് ഫസ്റ്റ് പൊസിഷൻ ലാസ്റ്റ് പൊസിഷൻ കിട്ടിയാൽ ഈ ഇടയ്ക്കുള്ള ഇൻ്റർമീഡിയറ്റ് പൊസിഷൻസ് കണ്ടുപിടിച്ചാൽ മാത്രമേ വി ക്യാൻ ബിഗിൻ ഫ്രം സ്റ്റാർട്ടിങ് ആൻഡ് ദെൻ ജോയിൻ ടു ദി എൻഡിങ്. ഓക്കെ, ബേസിക്കലി ഒരു ലൈനിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ഹാവ് ദ സെയിം ഡെൻസിറ്റി ആസ് വെൽ ആസ് ഇറ്റ് ഷുഡ് ഹാവ് ടു ടെർമിനേറ്റ് ഇൻ സം പോയിന്റ്, ദെൻ ഓൺലി വി ക്യാൻ സേ ഇറ്റ് ആസ് എ ലൈൻ, ആൻഡ് ദ ഡെൻസിറ്റി ഷുഡ് ബി ഈക്വൽ, ആൻഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡിങ് പോയിന്റ് എല്ലാം അതിന് വേണം. ഇങ്ങനെ സർട്ടൻ റൂൾസ് ഉണ്ട്, അത് എല്ലാ ലൈനും സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്സ് പറയുന്നത്. ഓക്കെ, സ്റ്റെപ്സിനകത്ത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഗെറ്റ് ദി എൻഡ് പോയിന്റ്. ഓക്കെ, വി ഹാവ് ടു ഗെറ്റ് ദി എൻഡ് പോയിന്റ്. രണ്ടാമത്തത് വി ഹാവ് ടു കാൽക്കുലേറ്റ്
ഓക്കെ, വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി സ്ലോപ്പ്. ആദ്യമേ നമ്മൾ എന്താ എൻഡ് പോയിന്റ് നമ്മൾ ജനറേറ്റ് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്, വി ഹാവ് ടു ഐഡൻറ്റിഫൈ വി ക്യാൻ കാൽക്കുലേറ്റ് ദി സ്ലോപ്പ്, എം കാൽക്കുലേറ്റ് ചെയ്യുക. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ദി ലൈൻ ടൈപ്പ്. ഏത് ടൈപ്പാണ് ലൈൻ, അത് ഞാൻ പറഞ്ഞുതരാമേ, ഏത് ലൈൻ ടൈപ്പാണെന്ന്. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഇംപ്ലിമെൻറ്റ് ദി അപ്രോക്സിമേറ്റ് ഫോർമുല അക്കോർഡിംഗ് ടു ദി ടൈപ്പ് ആൻഡ് സ്ലോപ്പ്. നമ്മൾ ഫോർമുല നമ്മൾ നോക്കുക. ഓക്കെ, അപ്രോക്സിമേറ്റ് ഫോർമുല എന്ന് വെച്ചാൽ നമുക്ക് ലൈനിൻ്റെ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കോർഡിനേറ്റ്സിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല കിട്ടും. ആ ഫോർമുല യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് കോർഡിനേറ്റ് പോയിന്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ആ ലാസ്റ്റ് പോയിന്റ് എന്താ, നമ്മൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എവിടെ വരെ, എൻഡ് പോയിന്റ് ആകുന്നത് വരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രയാണ് പോയിന്റ്സ്. അപ്പോൾ നമുക്ക് ആദ്യമേ എൻഡ് പോയിന്റ്സ് കിട്ടാൻ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടും, കുഴപ്പമില്ല. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് സ്ലോപ്പ് കണ്ടുപിടിക്കുക. അപ്പോൾ രണ്ട് x1 ഉം y1 ഉം x2 ഉം y2 നമുക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പാടില്ല. അപ്പോൾ m = Δy/Δx നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി, y2 - y1 / x2 - x1 കണ്ടുപിടിക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് m. ഓക്കെ, ഇനി തേർഡാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഐഡൻറ്റിഫൈ ദി ലൈൻ ടൈപ്പ്. ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലുണ്ട്. ലൈൻ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണുള്ളത്. രണ്ട് രീതി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ലൈൻ പോസിറ്റീവ് ആകാം, അല്ലെങ്കിൽ ഒരു ലൈൻ നെഗറ്റീവ് ആകാം. ഓക്കെ, ഒരു ലൈൻ ഐദർ ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആൻഡ് ഇറ്റ് ഹാസ് 3 കേസസ് ഓഫ് സ്ലോപ്സ്. രണ്ട് കേസസിലും 3 ടൈപ്പ് ഓഫ് സ്ലോപ്പ് വാല്യൂസ് ഉണ്ട്. ഇപ്പോൾ ഒരു പോസിറ്റീവ് ലൈൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ലൈൻ ഇങ്ങനെ വരയ്ക്കും, ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് ഐദർ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് ലൈൻ വരയ്ക്കാം, അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് ലൈൻ വരയ്ക്കാൻ പറ്റും, അല്ലേ? ഇതിപ്പോൾ ഈ ഡയറക്ഷനിൽ പോവും, ഇതിപ്പോൾ ഈ ഡയറക്ഷനിൽ പോവും. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൻ്റെ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഇപ്പം ഈ ഫസ്റ്റ് കേസ് ഇതെടുക്കുമെന്ന് വിചാരിച്ചോ. ഇതിൻ്റെ കോർഡിനേറ്റ് ഇപ്പോൾ 1,1, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, 1,1 തൊട്ട് ഒരു 10,5 എന്നായിക്കോട്ടെ. അപ്പം നമ്മുടെ എക്സ് ആക്സസ് എന്ന് പറഞ്ഞാൽ 1-ൽ നിന്ന് 10-ലോട്ടാണ് പോയത്, അല്ലേ? എക്സ് ആക്സസ് എന്ന് പറഞ്ഞാൽ 1-ൽ നിന്ന് 10-ലോട്ടാണ് പോയത് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് മൂവിങ് ഇൻ ടു ദി പോസിറ്റീവ് ഡയറക്ഷൻ. ഓക്കെ, അതേ സമയത്ത് നിങ്ങൾ സെക്കൻഡ് കേസ് എടുക്കുമ്പോൾ നമ്മൾ ലൈൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. ഓക്കെ, എവിടുന്നാ? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. അപ്പം ദി ഡയറക്ഷൻ ഗൂസ് ലൈക്ക് ദിസ്. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് ഇപ്പോൾ ഇത് 1-ഉം 1-ഉം, ഇത് അതേപോലെ തന്നെ 1-ഉം 1-ഉം അല്ല, നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം ഇപ്പം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, ഓക്കെ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് പോകുന്നതുണ്ടെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യും 10-ഉം 5, ഇവിടെ മാർക്ക് ചെയ്യും 1-ഉം 1. അപ്പോൾ നമ്മുടെ എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷൻ എവിടുന്നാ? 10-ൽ നിന്ന് 1-ലോട്ടാണ് പോയത്. സോ വി വിൽ ഒബ്വിയസ്ലി ഹാവ് എ നെഗറ്റീവ് വാല്യൂ ദെയർ. ഓക്കെ, സോ ദീസ് ആർ കോൾഡ് നെഗറ്റീവ് ഗ്രാഫ്സ് ഓർ നെഗറ്റീവ് ലൈൻസ്. അപ്പോൾ പോസിറ്റീവ് ലൈൻസും ഉണ്ട്, നെഗറ്റീവ് ലൈൻസും ഉണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് ലൈൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് ലൈൻസിനെ കൺസിഡർ ചെയ്യുന്നു. ഈ രണ്ട് കേസസിലും ഏത് ലൈൻ വരയ്ക്കുകയാണെങ്കിലും അതിനകത്ത് സ്ലോപ്പുകൾ 3 തരത്തിലാണുള്ളത്. 3 ടൈപ്സ് ഓഫ് സ്ലോപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? വെൻ m > 1, m < 1 and m = 1. When do we say that m is greater than 1? We know the value of m = Δy/Δx. Okay, when we know the value of delta y and delta x, if the values of delta y is greater, okay, delta y യുടെ വാല്യൂ ആണ് ഗ്രേറ്റർ എന്നുണ്ടെങ്കിൽ we will obviously have a value greater than 1. okay, delta y/delta x ആണ് എമ്മിൻ്റെ ഇക്വേഷൻ. ആ ഡെൽറ്റ വൈ കൂടുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും വരയ്ക്കുക. അപ്പോൾ അതിനകത്ത് വൈക്ക് കുറേ സാമ്പിളിംഗ് പൊസിഷൻസ് കാണും. അത് വെച്ചിട്ട് നമ്മൾ ഡെൽറ്റ വൈ സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു വാല്യൂ ഓഫ് ഡെൽറ്റ വൈ. പക്ഷേ അതേസമയത്ത് എക്സിൻ്റെ വാല്യൂ നോക്കിക്കേ, ചെറുതായിരിക്കും. നമുക്ക് ചെറിയ വാല്യൂ ആയിരിക്കും ഡെൽറ്റ എക്സ് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി നമുക്കൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നതെന്ന്. ഓക്കെ, അപ്പം പോസിറ്റീവ് അല്ല, നമുക്ക് ഗ്രേറ്റർ ദാൻ 1 വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇത് സ്ലോപ്പ് എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ അങ്ങനെ പഠിക്കുക കേട്ടോ. അതേപോലെ നമ്മൾ തിരിച്ച് ഇപ്പം നമ്മുടെ ഗ്രാഫ്
തിരിച്ച് വരയ്ക്കുവാണ്, ഇങ്ങനെ വരയ്ക്കുക. അപ്പം നമുക്ക് കുറേ സാമ്പിളിംഗ് എക്സ്പോസിഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഡെൽറ്റ എക്സ് ആണ് വലുതും ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ചെറുതുമായിരിക്കും. ഓക്കെ, ഒരു 2 പൊസിഷൻസൊക്കെ ഡെൽറ്റ വൈ ഇതിൽ കാണത്തുള്ളൂ. അപ്പം ഡെൽറ്റ എക്സ് ആണ് നമുക്ക് വലുത് എങ്കിൽ, ഓക്കെ, ഡെൽറ്റ എക്സ് ആണ് നമുക്ക് വലുത് എങ്കിൽ വാട്ട് ഡു വി ഡു? ദാറ്റ് എം വാല്യൂ വിൽ ബി ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിനകത്ത് ഡെൽറ്റ എക്സ് ആണ് വലിയ വാല്യൂ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഡിനോട്ട് ഇറ്റ് ഈസ് ദ സ്ലോപ്പ് വാല്യൂ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1, എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എം ഈക്വൽ ടു 1. എം ഈക്വൽ ടു 1 എന്താണ്? സ്വാഭാവികമായിട്ട് രണ്ടിൻ്റെ വാല്യൂം ഡെൽറ്റ എക്സ് ആയാലും ഡെൽറ്റ വൈ ആയാലും രണ്ടിനും നമുക്ക് ഈക്വൽ ടു വാല്യൂ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാഫ് നടുക്കൂടി ഇങ്ങനെ പോകും. നമ്മൾ ഏത് സാമ്പിൾ ചെയ്താലും രണ്ടും ഈക്വൽ വാല്യൂ. അപ്പം സ്വാഭാവികമായി ഇത് രണ്ടും കട്ടായിട്ട് നമുക്ക് 1 എന്ന വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ സ്ലോപ്പ് എം ഈക്വൽ ടു 1 എന്ന് വരുന്നത്. സോ ഡെൽറ്റ വൈ ആണ് വലുതെങ്കിൽ എം ഗ്രേറ്റർ ദാൻ 1, ഡെൽറ്റ എക്സ് ആണ് വലുതെങ്കിൽ എം ലെസ് ദാൻ 1 ആൻഡ് എം ഈക്വൽ ടു 1 നമുക്ക് രണ്ടും സെയിം ആണെങ്കിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതാണ് നമ്മളിവിടെ എഴുതി വെച്ചേക്കുന്നത്. ഈ 3 കേസ്, ഈ 3 ടൈപ്സ് ഓഫ് സ്ലോപ്പുകളും നമ്മുടെ പോസിറ്റീവ് ലൈനിലും ഉണ്ട്, നെഗറ്റീവ് ലൈനിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ കേസ്, അപ്പോൾ അതിനകത്ത് കേസ് 1-നകത്ത് എം ലെസ് ദാൻ 1 ആണ് എന്ന് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? അവിടെ എക്സ് ഈക്വൽ ടു നമുക്ക് സ്ലോപ്പ് അറിയാം, എം ഈക്വൽ ടു വൈ കെ പ്ലസ് 1 മൈനസ് വൈ കെ ബൈ എക്സ് കെ പ്ലസ് 1 മൈനസ് എക്സ് കെ. ഓക്കെ, ഇങ്ങനെയാണ് ജനറൽ ഇക്വേഷൻ, നമുക്കറിയാമല്ലോ. ഇതിനകത്ത് നമുക്ക് രണ്ടാമത്തെ കോർഡിനേറ്റ് പൊസിഷൻ വരയ്ക്കണം. ഈ ഒരു പൊസിഷൻ കിട്ടി, അതിൻ്റെ അടുത്ത പൊസിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ യൂണിറ്റ് ഡിസ്റ്റൻസ് ആയിട്ടാണ് അടുത്ത പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എം ഗ്രേറ്റർ ദാൻ 1 എന്ന കേസാണ് എടുക്കുന്നത്. ഓക്കെ, ആദ്യത്തെ കേസ് എന്താണ്? എം ഗ്രേറ്റർ ദാൻ 1 എന്ന കേസാണ് എടുക്കുന്നത്. എം ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്താണ് അർത്ഥം? എം ഗ്രേറ്റർ ദാൻ 1 ആണോ? അല്ല, എം ലെസ് ദാൻ 1 എന്ന കേസാണ് ആദ്യം എടുത്തേക്കുന്നത്. ഇതിനകത്ത് എം ലെസ് ദാൻ 1. എം ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്കറിയാം താഴത്തെ ഡെൽറ്റ എക്സിൻ്റെ കണ്ടീഷനാണ് നമുക്ക് വലുതായിട്ട് വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? വൈയുടെ വാല്യൂസ് അതേപോലെ തന്നെ എക്സിൻ്റെ വാല്യൂസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുമ്പം ഒരു പൊസിഷൻ അറിയാം, അതിൻ്റെ തൊട്ടടുത്ത പൊസിഷനാണ് നമുക്ക് വേണ്ടുന്നുണ്ടെങ്കിൽ ഇത് എക്സ് കെ ആണ്. അപ്പോൾ ഇത് എക്സ് കെ പ്ലസ് 1 ആണ്. ഓക്കെ, ഇത് എക്സ് കെ പ്ലസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എക്സ് കെ പ്ലസ് 1 എന്ന് പറയുന്ന പൊസിഷൻ യൂണിറ്റ് ഡിസ്റ്റൻസ് ആണല്ലോ. അപ്പം അതിനെ നമുക്ക് എക്സ് കെ പ്ലസ് 1 എന്നും എഴുതാമല്ലോ. തൊട്ടടുത്ത പൊസിഷനായത് യൂണിറ്റ് ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എക്സ് കെ പ്ലസ് 1-നെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് കെ പ്ലസ് 1 അങ്ങനെ എഴുതാൻ പറ്റും. അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ വരും? നമുക്ക് ഇതിന് പകരം നമുക്ക് ഈ ഒരു ഇത്രയും സെക്ഷന് പകരമായിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? എക്സ് കെ പ്ലസ് 1 മൈനസ് എക്സ് കെ. അപ്പോൾ ഇതും ക്യാൻസലായി പോകും. ഓക്കെ, ഇനി നമുക്ക് താഴെ വൈ പ്ലസ് 1 എന്ന 1 മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? നമ്മുടെ ഇക്വേഷൻ, ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? എം ഈക്വൽ ടു വൈ കെ പ്ലസ് 1 മൈനസ് പ്ലസ് മൈനസ് ആണ് വൈ കെ പ്ലസ് 1 മൈനസ് വൈ കെ വേർ നമ്മൾ വൈ ഇൻ്റർസെപ്റ്റ് അല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ വൈ ഇൻ്റർസെപ്റ്റ് അല്ല, വൈയുടെ വാല്യൂ ആണ്, വൈ കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. കാരണം എക്സിൻ്റെ കോർഡിനേറ്റ് നമുക്ക് മനസ്സിലായി. അടുത്ത് ഡിറ്റർമിൻ ചെയ്ത എക്സിൻ്റെ കോർഡിനേറ്റ് എന്താണ്? എക്സ് കെ പ്ലസ് 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് പൊസിഷൻ. അപ്പോൾ എക്സ് കെയുടെ വൈ കെയുടെ വാല്യൂ എന്താണ്? നമുക്ക് അതിൽ നിന്ന് ഇപ്പം നമ്മൾ ഡിറ്റർമിൻ ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന വാല്യൂ ഉള്ളൂ. അതെന്താണ്? വൈ കെ പ്ലസ് 1 ഈക്വൽ ടു വൈ കെ പ്ലസ് എം. ഓക്കെ, ഇതിൽ നിന്ന് കിട്ടും. ഇതേപോലെ ഇപ്പം എക്സ് കെയുടെ വാല്യൂ കിട്ടി. അപ്പം നമുക്ക് അതിൽ നിന്ന് കോർഡിനേറ്റ് സിസ്റ്റം കിട്ടിയല്ലോ. കോർഡിനേറ്റ് സിസ്റ്റം എന്താണ്? ഇപ്പം കോർഡിനേറ്റ് സിസ്റ്റം എന്തായിട്ട് കിട്ടി? കോർഡിനേറ്റ് സിസ്റ്റത്തിൽ കോർഡിനേറ്റ് സിസ്റ്റം ഈക്വൽ ടു എക്സ് കെ പ്ലസ് 1 വൈ കെ പ്ലസ് എം.
ഇതാണ് നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ അടുത്തത് വെൻ എം ഇസ് ഗ്രേറ്റർ ദാൻ 1, എം ഗ്രേറ്റർ ദാൻ 1 ആവുകയാണെങ്കിൽ ഇതേ കണ്ടീഷൻ നമ്മൾ വൈയിൽ കൊടുക്കുക. ഓക്കെ, ഇതേ കണ്ടീഷൻ എതിൽ കൊടുക്കുക? വൈയിൽ കൊടുക്കുക. കാരണം എന്താ? കാരണം നമ്മൾ ഇവിടെ വൈയിലാണ് ഗ്രാഫ് വരയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സാമ്പിളിംഗ് പൊസിഷൻസ് നമുക്കറിയാം. അപ്പോൾ അവിടെ ഡെൽറ്റ വൈ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഡെൽറ്റ എക്സ് എന്ന് പറയുമ്പോൾ ആ ഒരു എക്സ് ഇൻ്റർസെപ്റ്റ്, എക്സിൻ്റെ വാല്യൂ, നെക്സ്റ്റ് കോർഡിനേറ്റ് ഓഫ് എക്സിനെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നെക്സ്റ്റ് പൊസിഷൻ ഓഫ് വൈ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ എങ്ങനെയാ? എല്ലാം യൂണിറ്റ് പൊസിഷൻസ് ആയതുകൊണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ ഇതേപോലെ തന്നെ വൈ കെ പ്ലസ് 1 മൈനസ് വൈ കെ ബൈ എക്സ് കെ പ്ലസ് 1 മൈനസ് എക്സ് കെ എന്നാണ്. അതിനകത്ത് വൈ കെ പ്ലസ് 1നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അടുത്ത യൂണിറ്റ് പൊസിഷൻ ആകുമ്പോൾ വൈ കെ പ്ലസ് 1 മൈനസ് വൈ കെ വെട്ടിപ്പോൾ 1 ബൈ എക്സ് കെ പ്ലസ് 1 മൈനസ് എക്സ് കെ. ഇതിൽ നിന്ന് എമ്മിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെയാണ് എമ്മിൻ്റെ ഇക്വേഷൻ എഴുതുന്നത്? എങ്ങനെ? അല്ലെങ്കിൽ നമുക്ക് എമ്മിൻ്റെ ഇക്വേഷൻ ഇതിൽ നിന്ന് എക്സ് കെ പ്ലസ് 1 മൈനസ് എക്സ് കെ ഈക്വൽ ടു 1 ബൈ എം ഇങ്ങനെ കിട്ടും. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എക്സ് കെ പ്ലസ് 1ൻ്റെ ഇക്വേഷൻ കിട്ടും അല്ലേ? എക്സ് കെ പ്ലസ് 1 ഈക്വൽ ടു എക്സ് കെ പ്ലസ് 1 ബൈ എം. ഈ ഇക്വേഷൻ ആയിരിക്കും നമ്മുടെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം. എക്സ് കെ പ്ലസ് 1ൻ്റെ കോർഡിനേറ്റ് സിസ്റ്റമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി അപ്പം നമുക്ക് ഇവിടുത്തെ കോർഡിനേറ്റ് സിസ്റ്റം എന്തായിട്ട് വരും? നമ്മുടെ കോർഡിനേറ്റ് വാല്യൂസ്, ഇവിടുത്തെ കോർഡിനേറ്റ് വാല്യൂസ് എന്തായിട്ട് വന്നു? വൈയുടെ വാല്യൂ നമുക്കറിയായിരുന്നു, എക്സിൻ്റെ വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പം കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പം നമുക്ക് എന്താ? എക്സ് കെ പ്ലസ് 1 ബൈ എം കോമ വൈ കെ പ്ലസ് 1 ഇതായിരിക്കും നമ്മുടെ എന്ത് കോർഡിനേറ്റ് സിസ്റ്റം. ഇനി അടുത്ത കേസ് എന്താണ്? വെൻ എം ഈക്വൽ ടു 1. എം ഈക്വൽ ടു 1 ആവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഡെൽറ്റ വൈയും ഡെൽറ്റ എക്സും രണ്ടും ഈക്വൽ ടു 1 ആണ്. അപ്പം നമുക്ക് രണ്ടും നെക്സ്റ്റ് യൂണിറ്റ് പൊസിഷനായിട്ട് തന്നെ എടുക്കാം. എക്സ് കെ പ്ലസ് 1 കോമ വൈ കെ പ്ലസ് 1 ഇതായിരിക്കും നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, ഇങ്ങനെ അപ്പം 3 കേസുകളാണ് വരുന്നത്. ഇത് നമ്മളിപ്പം പോസിറ്റീവിൻ്റെ കേസസ് ആണ് പറഞ്ഞത്. പോസിറ്റീവാണ് നമ്മുടെ ലൈൻ എങ്കിലാണുള്ള കേസാണ് പറഞ്ഞത്. ഇങ്ങനെ നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? ഈ എല്ലാ ഇക്വേഷനകത്തും ഇടയ്ക്ക് മൈനസ് വരും. എല്ലാ ഇക്വേഷനകത്തും മൈനസ് വരും. കാരണം നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് ഡയഗ്രാം വരയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം, ഫോർ എക്സാമ്പിൾ എം ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കോർഡിനേറ്റ് സിസ്റ്റം എക്സ് കെ പ്ലസ് 1 എന്നല്ലേ പറഞ്ഞത്? അവിടെ എക്സ് കെ മൈനസ് 1 കോമ വൈ കെ മൈനസ് എം ആയിരിക്കും കോർഡിനേറ്റ്. അതേപോലെ ബാക്കിയുള്ളതും എല്ലാത്തും എം ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ എം ഈക്വൽ ടു 1 ആവുമെങ്കിൽ എല്ലാം പ്ലസ് സൈനും നെഗറ്റീവായിട്ട് മാറും. അതാണ് എന്ത്? നമ്മുടെ നെഗറ്റീവ് ലൈനാണ്. അപ്പം വിച്ച് ലൈൻ ടൈപ്പ് എന്ന് ചോദിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്കത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ.